അച്ചടക്ക നടപടികൾ സംബന്ധിച്ച പരിശീലന പരിപാടിക്കായി ആരോഗ്യ വകുപ്പിലെ ഉന്നതരോട് തിരുവനന്തപുരത്തെത്താൻ നിർദ്ദേശിച്ച ആരോഗ്യ വകുപ്പ് ഡയറക്ടർ. പകർച്ചവ്യാധി ഭീഷണിക്കിടെയാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഈ വിചിത്രമായ നിർദ്ദേശം വരുന്നത്. കാസർഗോഡ് മുതലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ഡെപ്യൂട്ടി DMOമാരും പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. നാളെയാണ് പരിശീലന പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷീജയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷീജ, ഈ പകർച്ചവ്യാധികൾ തടയുന്നതിന് തന്നെ വലിയ പരാജയമായി മാറിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. അതിന് ഇടയിലാണിത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ചേർക്കുന്നത്. ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ അവരൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്തൊക്കെയാണ് ഈ ഉത്തരവിലുള്ളത്? തീർച്ചയായും അക്ഷയ്, അതായത് ഒരു വിചിത്രമായിട്ടുള്ളൊരു സർക്കുലറാണ്, നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ ചുമതല വഹിക്കുന്ന, അതായത് ആരോഗ്യ ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന മീനാക്ഷി ഒരു നിർദ്ദേശം സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള DMOമാരുൾപ്പെടെ ഇവിടെ തലസ്ഥാനത്ത് നാളെ ഒരു പരിശീലന പരിപാടി നടക്കുകയാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ നിലവിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ വലിയ തോതിൽ പകർച്ചവ്യാധികൾ കൂടുന്ന ഒരു സാഹചര്യം. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ എല്ലാ ജില്ലകളിലും ചുമതലയുള്ള ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതും അച്ചടക്ക പരിശീലന പരിപാടിയാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും ഊർജിതമാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഒരു പരിശീലന പരിപാടിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലെയും DMOമാരെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു നടപടി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അതൃപ്തിയൊക്കെ ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഓരോ ജില്ലയിലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ രീതിയിൽ എല്ലാവരെയും തലസ്ഥാനത്തേക്ക് വിളിച്ചുകൊണ്ടും ഉള്ള ഈ ഒരു പരിശീലന പരിപാടി, അതും മറ്റൊരു വിഷയത്തിലൂന്നിയുള്ള പരിശീലന പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി വിളിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ അതൃപ്തി ഇതിനകം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.